റിസൾട്ട് അറിയാൻ വേണ്ടി കാത്തു നിൽക്കുക. എടാ എന്താടാ? എടാ എന്താവാനാ, മനുഷ്യന്റെ വില കളയാനായിട്ട് വെറുതെ ഓരോ ജോലി ഏൽപ്പിക്കും. കൊള്ളായടാ. കൊള്ളായനെ. പിന്നെ നിന്നെ പോലെ ആവേശമൊന്നും ഞാൻ കാണിച്ചില്ല. അനന്ത ഇത് സംസാരിച്ചപ്പോ തന്നെ എനിക്ക് കാര്യം പിടികിട്ടി. എന്താ അവള് പറഞ്ഞത് പറ. ഇത്തവണയും ഞാൻ എന്റെ അഭിപ്രായം പോലെയാ അവളോട് ഈ കാര്യം പറഞ്ഞത്. അപ്പൊ ഒരു ചോദ്യം, നിനക്കെന്താടാ ഞങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കാൻ ഇത്ര താല്പര്യം എന്ന് മാത്രമല്ല, അവള് വേറൊരു കാര്യം കൂടി പറഞ്ഞു, നിന്നെ ഒരു ആങ്ങളായിട്ട് മാത്രമേ അവള് കണ്ടിട്ടുള്ളൂ എന്ന്. അത് നേരത്തെ അവള് പറഞ്ഞിരുന്നല്ലോ. എടാ, ഒരുത്തിനെ ആങ്ങളായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സിലോട്ട് പ്രണയം കുത്തി നിറയ്ക്കാൻ പറ്റുമോ? അത് പ്രയാസം. എന്നാ ആ പ്രയാസമാണ് നീ എന്നെ ഏൽപ്പിച്ചത്. എടാ, നിന്നോട് അവക്ക് അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല. ഞാൻ എന്റെ ഇഷ്ടം നിന്നോട് പറഞ്ഞു പറഞ്ഞില്ലേ? എടാ പറഞ്ഞില്ല, പിന്നെ നീ ഇത്രയും സമയം എന്ത് കേട്ടോണ്ടാ നിന്നത്? എടാ അങ്ങനെ എടുത്തടിച്ച പോലെ പറയാൻ പറ്റില്ലടാ. എടാ അങ്ങനെ പറഞ്ഞാലല്ലേ അവള് പലതും മാറ്റി ചിന്തിക്കൂ. എടാ അങ്ങനെ ചിന്തിക്കുന്ന ഒരു പെൺകുട്ടി അല്ല അവള്. അത് എന്നെക്കാൾ കൂടുതൽ നിനക്കറിയാലോ. എന്നെക്കാൾ മുമ്പേ നിനക്ക് അവളെ പരിചയമുള്ളതാ. ഇതിപ്പോ ഇങ്ങനെ വളഞ്ഞ വഴി സ്വീകരിക്കാതെ ഞാൻ നേരിട്ട് അവളോട് കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. എങ്കിൽ അതോടെ ഈ ബന്ധം കെട്ടായനെ. എടാ അങ്ങനെയല്ലടാ ഞാൻ പറഞ്ഞത്. അവളെ സാക്ഷിയാക്കിക്കൊണ്ട് അവളുടെ അച്ഛനോടും അമ്മയോടും കാര്യം പറഞ്ഞാൽ മതിയായിരുന്നു. എന്താ ഇക്കാലത്ത് ഒരാണ് പോയി പെണ്ണു വയ്ക്കുന്നത് അത്ര വലിയ തെറ്റാണോ? തെറ്റൊന്നുമല്ല, എങ്കിലും നിനക്കൊരു നിലയും വിലയൊക്കെ ഉണ്ടല്ലോ. എന്റെ തറവാട് പോലൊരു തറവാടാണ് നിന്റെ. അല്ല അത് മാത്രമല്ല, നിന്റെ അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടത്തിമാർക്കും നന്നായിട്ട് അറിയാം. അങ്ങനെയുള്ളപ്പോ അവർ സ്നേഹത്തോടെ നിന്നെ ഉപദേശിച്ചു കൊടുത്തേ ഉള്ളൂ. അതെന്തുകൊണ്ടാ ഞാൻ പറഞ്ഞെന്നറിയോ? ഇടയ്ക്ക് അവളുടെ അമ്മ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നപ്പോ വെറുതെ നിന്റെ കാര്യം എടുത്തിട്ടു. അപ്പൊ ഏട്ടത്തി പറയാ, തന്റെ അടികളായ പെൺകുട്ടികളെയൊന്നും നിന്റെ അമ്മ അടുപ്പിക്കില്ലല്ലോ എന്ന്. എടാ, നിന്റെ അമ്മയുടെ സംസാരം അങ്ങനല്ലേ? എന്ത് ചെയ്യാനാ, അമ്മ അങ്ങനെ സംസാരിക്കട്ടെ എന്ന് വെച്ച് അമ്മ കൊണ്ടുവരുന്ന പെണ്ണിനൊന്നും ഞാൻ കിട്ടാൻ പോകുന്നില്ല. അളിയാൻ, ഞാൻ സ്നേഹം കൊണ്ട് പറയാ, വെറുതെ വീട്ടിലൊരു കലഹം ഉണ്ടാക്കാതെ നിന്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ അമ്മയുടെ മരുമകളായിട്ട് കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പൊ അമ്മയ്ക്ക് സമാധാനവും, പക്ഷെ അതോടെ എന്റെ സമാധാനം പോയി കിട്ടും. മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് മരിക്കുന്നതിന് തുല്യമാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഇവൻ വിടാൻ ഉദ്ദേശമില്ലല്ലോ. സ്നേഹിക്കുന്ന പെണ്ണിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കള്ളങ്ങൾ പറയേണ്ട ഗതികേടില്ല ഞാനിപ്പോ. അതിന്റെ ഇടയ്ക്ക് ഇനി ബിസിനസ് മോശമാവുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. വല്ലാത്തൊരു മാനസികാവസ്ഥ തന്നെ. നന്ദുവാണല്ലോ, ഇനി എന്നെ എന്തെങ്കിലും പറയാൻ വേണ്ടി വിളിക്കുകയാണോ? ആകെ കുഴപ്പമായല്ലോ. ഹലോ നന്ദു. എന്താ ഒരു പതർച്ച? ഒന്നുമില്ല. എന്താ വിളിക്കാത്തത്? മറ്റത് ഡെയിലി വിളിക്കുമായിരുന്നല്ലോ. പിന്നെ എന്റെ നവീനേട്ടാ, എനിക്ക് വയ്യാതിരുന്ന സമയത്തൊക്കെ നവീനേട്ടനായിരുന്നു എന്റെ ബോറടിയൊക്കെ മാറ്റിക്കൊണ്ടിരുന്നത്. നവീനേട്ടൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നത് എന്ത് ആശ്വാസമായിരുന്നു എന്നറിയോ? ഹലോ. ഞാനേ ഡ്രൈവ് ചെയ്യായിരുന്നു. ഓ ഓക്കെ എന്നാ ഞാൻ കുറച്ചു കഴിഞ്ഞ് വിളിച്ചോളാം. അയ്യോ വേണ്ട, അത് കുഴപ്പമില്ല. അല്ല, ഡ്രൈവ് ചെയ്യുമ്പോ നമ്മളെ നിയമം സംരക്ഷിക്കുന്നവർ റൂള് തെറ്റിക്കാൻ പാടില്ലല്ലോ. ഇല്ല കുഴപ്പമില്ല, ഞാനേ വണ്ടി ഒതുക്കിന്ന് പറഞ്ഞല്ലോ. ഞാൻ വെറുതെ വിളിച്ചതേ ഉള്ളൂ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വിളിക്ക്. എങ്കിൽ ഞാനേ വീട്ടിലെത്തിട്ട് വിളിച്ചോളാം. ശരി നവീനേട്ടാ. അവൾ അനിയോട് എതിർത്ത് പറഞ്ഞിട്ട് അവളുടെ മനസ്സ് തുറന്ന് കാട്ടിയതായിരിക്കും. ഇതിങ്ങനെ അങ്ങ് പോട്ടെ. എന്റെ ഉള്ളിൽ അവളോട് ഒരു പ്രണയമുണ്ട്. ഇനി അവൾക്കും അങ്ങനെ ഒരു പ്രണയം എന്നോട് തോന്നിയാ മതിയായിരുന്നു. ഇത്രയും ഹൃദയവേദനയോടെ ഞാൻ ഭഗവാന്റെ മുന്നിൽ നിന്നിട്ടില്ല. എന്റെ കൊച്ചുമോന്റെ കൂടെ നിൽക്കണേ, അവൻ വിജയിച്ചു വരണേ. 101 പേർക്കുള്ള അന്നദാന വഴിപാട് റെഡിയായിട്ടുണ്ട് സാറേ. അത് മാത്രമല്ല, അന്നദാനത്തിന് വരുന്ന സാധുക്കൾക്കെല്ലാം പണവും ദാനം ചെയ്യണം. സാറ് അവർക്കൊപ്പം കൂടുന്നില്ലേ? ഇല്ല തിരുമേനി, ഇന്ന് ഞാൻ കഠിന വ്രതത്തില, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല. എന്റെ കൊച്ചുമോന്റെ കാര്യം പറഞ്ഞല്ലോ, അവനും ഞങ്ങളുടെ കമ്പനിയും ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുക. അതിനെ അതിജീവിക്കാനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവനുണ്ട്. എങ്കിലും നമ്മൾ മനുഷ്യരെ ഭാഗ്യം കടാക്ഷിക്കണമെങ്കിൽ അതിന് ദൈവത്തിന്റെ സപ്പോർട്ടും കൂടി വേണമല്ലോ. അത് ഉറപ്പായിട്ടും വേണം. സാറ് പറഞ്ഞ പൂജ എല്ലാം നടത്തിയിട്ടുണ്ട്. പിന്നെ സാറിന്റെ മരുമോളും കൊച്ചുമോന്റെ ഭാര്യയും എല്ലാം കൂടെ ഇവിടെ വന്ന് വഴിപാടും പൂജയൊക്കെ നടത്തിയിരുന്നു. വിഘ്നങ്ങൾ മാറട്ടെ തിരുമേനി. അടുത്തിടെയായിട്ട് തിരുമേനിക്കറിയാലോ, ചെറിയ പ്രശ്നങ്ങളൊക്കെ വീട്ടിലുണ്ടാവാറുണ്ട്. ഇതെല്ലാം ഒന്ന് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഗണപതി ഹോമവും ഭഗവതി സേവയും നടത്തണം. ആയിക്കോട്ടെ. ഈ ക്ഷേത്രം തലയെടുപ്പോടെ നിൽക്കുന്നത് സാറിന്റെ കുടുംബത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാ. കുടുംബക്ഷേത്രത്തെ ഇത്ര നന്നായി നോക്കുന്ന ആരും തന്നെ ഇന്നുണ്ടാവുമെന്ന് തോന്നുന്നില്ല. അതിന്റെ ഐശ്വര്യവും അഭിവൃദ്ധിയും സാറിനും സാറിന്റെ കുടുംബത്തിനും ഉണ്ടാകും. അങ്ങനെ ആവട്ടെ. അപ്പൊ ഞാൻ കുറച്ചു സമയം ഇവിടെ ഇരുന്ന് ധ്യാനിച്ചിട്ടേ പോകുന്നുള്ളൂ. ആയിക്കോട്ടെ. ഞാൻ ചെയ്യാത്ത പണി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നേ. നീ കണ്ടില്ല എന്റെ കൈ മുറിഞ്ഞത്? കുറച്ചൊക്കെ ഒന്ന് മുറിയിട്ടടാ. എന്റെ മനസ്സ് മുറിഞ്ഞോണ്ടിരിക്കുവോ. എന്താ ഇവിടെ? അവൻ 2 സവാള അരിഞ്ഞപ്പോഴേക്ക് കൈ മുറിഞ്ഞത്. എന്തിനാ ഇവനെ കൊണ്ട് ഇതൊക്കെ അറിയിക്കുന്നേ? നീ ഇങ്ങതാടാ. വേണ്ട ജാനകി, നീ അടുക്കളയിലൊന്നും കയറേണ്ട ആവശ്യമില്ല. ഇവൻ ചെയ്യട്ടെ. ഇവനെ അടുക്കള പണി പഠിപ്പിക്കാൻ പറഞ്ഞത് ഞാൻ തന്നെയാ. ഇവനെ ഇവളും ഇങ്ങനെ ഏട്ടത്തി പറയുന്നതൊക്കെ അതേപടി അനുസരിക്കണമെങ്കിൽ അതുപോലെ എന്തോ ഒരു തെറ്റ് ഇവരുടെ ഭാഗത്തുണ്ടല്ലോ ഏട്ടത്തി. അതിപ്പോ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇവനെ തെറ്റിൽ മുങ്ങി താഴ്ന്ന ഒരുത്തന. തെറ്റ് ചെയ്യാതെ ഇവന് ജീവിക്കാൻ കഴിയൂ? വേറൊന്നും കൊണ്ടല്ല ഞാൻ അങ്ങനെ ചോദിച്ചത്. ഇപ്പൊ ഏട്ടത്തി എന്തു പറഞ്ഞാലും ഒരു എതിർപ്പും ഇല്ലാതെയാ രണ്ടാളും എല്ലാം ചെയ്യുന്നത്. അങ്ങനെ ചെയ്തേ പറ്റത്തുള്ളൂ ജാനകി. ഇവളെപ്പോഴും പറയാറുണ്ടല്ലോ, ഇവൾ ഈ വീട്ടിലെ അംഗം അല്ലാത്തതുകൊണ്ട് ഇവളോട് എല്ലാവരും അവഗണന കാണിക്കുന്നു. സത്യം പറഞ്ഞ ഇവളോട് ആരും അവഗണന കാണിച്ചിട്ടില്ല. പക്ഷേ ഇപ്പഴാ ഇവളോടും ഇവനോടും ഇവിടെ ഉള്ളവർ അവഗണന കാണിക്കുന്നത്. ഇനി അങ്ങനെ കാണിക്കാതിരിക്കാനൊന്നും കഴിയില്ല. എടുത്തു വളർത്തിയ അച്ഛനും അമ്മയും ഇവളെ പൊന്നു പോലെ നോക്കിയത്. ചേട്ടനും അജയനും ഒന്നും ഇവളെ അന്യ പെണ്ണായിട്ട് കണ്ടിട്ടുമില്ല. സ്വന്തം പെങ്ങളായിട്ട് എന്നെ കൂടെ നിർത്തിയത്. എന്നിട്ടും അതിന്റെ നന്ദിയൊന്നും ഇവള് കാണിച്ചിട്ടില്ല. അതിന് പിന്നാലെ ഇവന് നമ്മുടെ ബിസിനസിനെയും തറവാടിനെയും തകർക്കുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശരിയെ. അല്ലെങ്കിൽ നമ്മുടെ എതിരാളികളുടെ പരസ്യത്തിന് വേണ്ടി നീ നവ്യെ പറഞ്ഞു വിടുവായിരുന്നോ? എനിക്ക് നവ്യെ നിയന്ത്രിക്കാനൊന്നും പറ്റില്ല അമ്മായി. നീ പറഞ്ഞു വിട്ടോ, അവളെ കയർ ഊരി വിട്ടോ. പക്ഷേ
അതിന്റെ എല്ലാം ശിക്ഷ അനുഭവിക്കുന്നത് നീ ഒറ്റ ഒരുത്തനായിരിക്കും. ഇവനെ സഹായിക്കാനൊന്നും നിൽക്കണ്ട. നീ ഇങ്ങോട്ട് വാചാനിക്ക്. ഇനി ഇവള് അടുക്കളയിൽ കയറി പാചകവും ചെയ്യും, വെച്ച് വിളമ്പുകയും ചെയ്യും. അത് കഴിക്കുന്ന ജോലി നമുക്കൊക്കെ ഉള്ളൂ. നീ വന്നേ. എന്നാൽ ഇത് വല്ലാത്തൊരു ശിക്ഷയായി പോയില്ലോടാ. നിന്റെ കയ്യിൽ ഒരു തോക്കുണ്ടാവോ? എന്തിനാമേ? എന്നെ അങ്ങ് വെടിവെച്ച് കൊല്ലാൻ ഇതിലും നല്ലതല്ലേ. ഒരുത്തം വലിയ ഡീലുമായിട്ട് ലോകം ചുറ്റുന്ന സമയത്ത് നിനക്ക് ഈ അടുക്കള പണി ചെയ്യേണ്ട ഗതികേട് വന്നല്ലോ. എന്റെ കാര്യം പോട്ടെ, സ്വന്തം മക്കൾ അതും മരിക്കുന്നതാണ് ഏതൊരു അച്ഛനും അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാത്തത്. അച്ഛനെന്ന് പറയുന്ന ആള് നിന്റെ കുട്ടിക്കാലത്തെ പോയി. അയാൾ ഒരു നെറുകെട്ടവനായിരുന്നു. അയാളുടെ അതേ സ്വഭാവം നിനക്കും. അമ്മേ, ഇന്നിവിടെ എല്ലാവരും വ്രതത്തിലാണല്ലേ അമ്മേ? ഒരിക്കലാണല്ലേ പറഞ്ഞത്. ഞാനൊരു സാധനം വാങ്ങി വെച്ചിട്ടുണ്ട്. എന്താടാ? മുട്ട വാങ്ങി വെച്ചിട്ടുണ്ട്. അവിയിൽ ഇത്തിരി മുട്ട ചേർത്താലും ആരും അറിയത്തൊന്നുമില്ല. എല്ലാവരുടെ വ്രതം അങ്ങ് മുടങ്ങട്ടെ. അവൻ ഒരു കാരണവശാലും ബോംബെയിൽ നിന്ന് വിജയിച്ചേക്ക് വരരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യണം. ഞാനും ഇത് ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഇവളുമാരുടെ വ്രതം മുറിക്കാൻ എന്താ മാർഗമെന്ന്. അച്ഛനും അമ്മയും എല്ലാവരും വ്രതം നോക്കുന്നുണ്ട്. എല്ലാത്തിന്റെ വ്രതവും മുറിയണം. എന്നാ പിന്നെ കുറച്ച് കൊഞ്ചുപൊടി കൂടി വാങ്ങിച്ചൂടായിരുന്നോ? സാമ്പാറിനകത്തൊക്കെ ഇടായിരുന്നല്ലോ. സാമ്പാറിൽ കൊഞ്ചുപൊടി ചേർത്താൽ നല്ല ടേസ്റ്റാടാ. ആരും അറിയത്തുമില്ല. എന്നാ പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയി അമ്മയ്ക്കത് പറഞ്ഞുകൂടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടാണോ നീ പോയത്? 2 മുട്ടയെ വാങ്ങിയിട്ടുള്ളത്. ആരെങ്കിലും കാണുന്നതിന് മുമ്പ് എലി ചേർത്തു. അമ്മായി എങ്ങാനും കണ്ടാ വലിയ വിഷയമാക്കും അത്. അതെ, എന്തെങ്കിലും കഴിക്കാൻ വന്നേ. ഞാൻ അമ്പലത്തിൽ നിന്ന് സദ്യ കഴിച്ചായിരുന്നു വസന്തരെ. അങ്ങനെ ഞാനില്ലാതെ സദ്യയൊന്നും കഴിക്കാറില്ലല്ലോ. അത് പിന്നെ അമ്പലത്തിൽ പോയി കുറെ സമയം ഇരുന്നായിരുന്നല്ലോ. അപ്പൊ പിന്നെ സദ്യ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് തിരുമേനി പറഞ്ഞു. പിന്നെ അയാൾ വഴിപാടിന്റെ പായസവും വടിയൊക്കെ തന്നായിരുന്നു. ഇന്നലെ രാത്രിയില് ഇദ്ദേഹം ഒട്ടും ഉറങ്ങിയിട്ടില്ല കേട്ടോ. ഇന്നലേന്ന് മാത്രമല്ല, ഇപ്പൊ കുറെ ദിവസമായിട്ട് ഉറക്കം കുറവാ. ദുബായിൽ നമ്മുടെ ബിസിനസ് താഴോട്ട് പോയതിനു ശേഷം എനിക്കൊരു സമാധാനം കിട്ടിയിട്ടില്ലല്ലോ. വസന്തരെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. താൻ എന്റെ ജീവിതത്തിൽ വന്നതിന് ശേഷം നമ്മൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ? ആദർശ് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാ മുംബൈക്ക് പോകുന്നത്. ദുബായിലല്ലേ നഷ്ടങ്ങൾ ഉണ്ടായുള്ളൂ. മറ്റൊരിടത്തും ഒരു കുഴപ്പമില്ലല്ലോ. അതൊക്കെ അവൻ തിരിച്ചു പിടിക്കും. അതിനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ അവനുണ്ട്. അവൻ പരാജയപ്പെടുന്നത് എന്നെ വെട്ടിമുറിക്കുന്നതിന് തുല്യവാ. ഒരുപാട് ഫാമിലി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ പോലും അവൻ കമ്പനിയെ തളർത്തിയിട്ടില്ല. അവനും നൈനയും തമ്മിൽ അകൽച്ച ഉണ്ടായിരുന്ന സമയത്തും അവന്റെ അമ്മ മരണമായിട്ട് മല്ലിട്ടപ്പോ പോലും അവൻ നന്നായിട്ട് പിടിച്ചു നിന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോ അവന്റെ വിജയത്തിന് വേണ്ടതെല്ലാം ഇദ്ദേഹം മുംബൈയിൽ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എങ്കിലും എന്തോ എന്നെ അലട്ടുന്നുണ്ട്. വല്ലാത്തൊരു ഭാരം മനസ്സിനകത്ത്. ആഹാരം കഴിച്ചു എന്ന് പറഞ്ഞത് സത്യമാണല്ലോ. അതെ, താൻ പോയി എന്തേലും കഴിക്കേ. ചെല്ല്. ശരി, എല്ലാം നീ ഒന്ന് ടേസ്റ്റ് ചെയ്യ. അത്രയ്ക്ക് എന്നെ അങ്ങ് വിശ്വാസം ഇല്ലാതായോ ഏട്ടത്തി? ആയോന്ന് ചോദിക്കണ്ട, വിശ്വാസമില്ല. നീ ഉണ്ടാക്കുന്ന ഫുഡ് നീയോ നിന്റെ മകനോ ആദ്യം ടേസ്റ്റ് ചെയ്യണം. ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യായിരുന്നു അമ്മായി. അടിപൊളിയായിട്ട് അമ്മ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതായിക്കോട്ടെ, ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കണം. അമ്മേ, അച്ഛൻ വന്നില്ലേ? അമ്പലത്തിൽ നിന്ന് സദ്യ കഴിച്ചു എന്നൊക്കെയാ പറഞ്ഞേ. അമ്പലത്തിലെ പ്രസാദം കഴിച്ചെന്ന്. കുറച്ചല്ലേ കഴിക്കും, ഇനി വിശപ്പുണ്ടാവില്ല. അയ്യോ, അച്ഛൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നീ തന്നെ കഴിച്ചോ ഇനി. ഞങ്ങൾ എല്ലാം ടേസ്റ്റ് ചെയ്തു അമ്മായി. നിന്റെ ഭാര്യ ഉള്ളപ്പോ നീ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾ എതിർത്തിട്ടില്ല. പക്ഷെ അവളില്ലാത്തപ്പോ ഞങ്ങൾക്കൊപ്പം നീ ഇരിക്കാൻ പാടില്ല. അവൾക്ക് സംശയം തോന്നാതിരിക്കാനാ പലപ്പോഴും നിന്നോട് ഇവളോടും അവളുള്ളപ്പോ ഞങ്ങൾ മാന്യത കാണിക്കുന്നത്. വലിയ മാന്യതയൊന്നും അവൾ ഉള്ളപ്പോഴും കാണിക്കുന്നൊന്നുമില്ല. കാണിക്കാവിടെ കാണിക്കാം. മരുമോളെ പറഞ്ഞ് എതിരാളികളുടെ പരസ്യത്തിന് വിട്ടിട്ട് നിന്നോടൊക്കെ ഇനി മാന്യത കൂടി കാണിക്കാം. അതിനിപ്പോ ഞങ്ങൾ പ്രതികളല്ലല്ലോ അമ്മേ. ആണെങ്കിലും അല്ലെങ്കിലും അതിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് ഈ നിൽക്കുന്നവരല്ലേ. ഇവനെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കി കളയേണ്ട സമയം കഴിക്കും. ആ ഇരിക്കുന്ന ചോറും തോരനും ഒക്കെ എടുത്തിട്ട് നീ മുകളിലേക്കല്ലേ. വേണ്ടമ്മായി, ഞാൻ ഇവിടെ നിന്ന് കഴിച്ചോളാം. നീ കഴിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നിന്റെ മകൾ ഒരാൾ മുകളിലുണ്ട്. അവളെ നീ ഊട്ടണം. ഏത് നേരം ഞാനും മോളുവാ നിന്റെ മകളെ ഊട്ടുന്നത്. ഞങ്ങൾക്കതൊരു ഭാരമല്ല. എങ്കിലും നീയല്ലേ കുഞ്ഞിന്റെ അച്ഛൻ. കുഞ്ഞിന് അതറിയില്ലെങ്കിലും നിനക്കറിയാലോ. അപ്പോ ആ കുഞ്ഞിനോട് ഇടയ്ക്കിടയ്ക്കെങ്കിലും സ്വന്തം അച്ഛൻ സ്നേഹം കാണിക്കണം. മോളെ സ്കൂളിൽ കൊണ്ടുവിടുകയും തിരിച്ചു വിളിച്ചോണ്ട് വരികയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും കേട്ടതായിട്ട് പോലും ഇവൻ ഭാവിക്കുന്നില്ല. നവ്യെ സംശയിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനൊന്നും ചെയ്യാത്തത്. എത്ര നാളീ കള്ളക്കളിയായിട്ട് നീ മുന്നോട്ട് പോകും? തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചന്തുമോളുടെ അമ്മയെ കൊല്ലാൻ നോക്കിയവനേവൻ. നാളെ സ്വന്തം മോളെയും അങ്ങനെ ചെയ്തെന്ന് വരുമല്ല, ചെയ്യും. അതിനൊക്കെയുള്ള മനസ്സിനുണ്ട്, കഴുകന്റെ മനസ്സ്. ഓർമ്മയായപ്പോ മുതല് നിനക്ക് നിന്റെ മുത്തച്ഛനെ അറിയാലോ. നിന്നെ വെട്ടിക്കണ്ടിച്ചിട്ട് അദ്ദേഹം കുഴി വെട്ടി മൂടിയനെ. പിന്നെ വീടിന്റെ താളം തെറ്റാതിരിക്കാനാ അങ്ങനെ ചെയ്യാത്ത. നോക്കി നിൽക്കാതെ കൊണ്ട് കൊടുക്കടാ. മോളെ കഴിക്കും. മോളെ നീ കഴിക്കും. ഞാൻ ഫ്രൂട്ട്സേ കഴിക്കുന്നുള്ളൂ അമ്മേ. നാളെ ഇനി അടിയിൽ ആദർശം ഉറപ്പിച്ചതിന് ശേഷം ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ. മോള് നിരാഹാരം കിടക്കാൻ പോവാണോ? എനിക്കും ഫ്രൂട്ട്സ് മാത്രം മതിയെന്നാ ഞാൻ അമ്മയോട് പറഞ്ഞതാ. പക്ഷെ അമ്മ സമ്മതിക്കുന്നില്ല. ദേ, വ്രതമൊക്കെ എടുക്കുന്നത് നല്ലതാ. പക്ഷെ ആഹാരം അകത്തോട്ട് ചെല്ലാതിരുന്നാ അത് മോളെ അല്ല ബാധിക്കുക. അറിയാലോ? അറിയാം മുത്തശ്ശി, അതുകൊണ്ട് ഞാൻ കഴിച്ചോളാം. എന്നാ പിന്നെ ഞാൻ മോൾക്ക് ചോറ് കൊടുത്തിട്ട് വരാം. ദേ, ആ കൊച്ചിനോട് ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത്. സ്നേഹത്തോടെ ചോറ് കൊടുക്കണം. ശരി അമ്മായി. എടി, അനന്തപത്മനാഭം മാത്രമല്ല നിന്റെ പേരക്കുട്ടി. അതിനു മുമ്പേ നിന്റെ മോൻ ജനിപ്പിച്ചതാ ചന്തുമോളെ. അങ്ങനെയുള്ളപ്പോ മുത്തശ്ശിക്ക് പേരക്കുട്ടിയോട് കുറച്ചുകൂടെ സ്നേഹമൊക്കെ കാണിക്കാം. അതിനെ ഇടയ്ക്കൊക്കെ എടുത്തൊന്ന് ലാളിക്കാം. അതുപോലെ തന്നെ സ്കൂളിലേക്ക് ഒരുക്കി വിടുകയും ചെയ്യാം. മറ്റുള്ളവരെ ഭയന്ന് ഇവളുടെ മോനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലാതെ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യൂ. ചന്തുമോളുടെ മുഖത്തോട്ട് നോക്കിയിട്ട് വഴക്ക് പറയാൻ പോലും തോന്നില്ല. എന്തായാലും ആ കുഞ്ഞ് അച്ഛാന്ന് ആദർശിനെ വിളിക്കുന്നത് എന്തുകൊണ്ട് നന്നായി. ഇവളുടെ മോനെ പോലെ ഒരു ദുഷ്ടൻ ആ കുഞ്ഞിന്റെ അച്ഛനാവണ്ട. അമ്മയ്ക്ക് കുറച്ച് സാമ്പാർ കഴിക്കട്ടെ? ഞാൻ ഒഴിച്ചോളാം. മാറ്റം കൊട്ടും. എല്ലാവരും പോയതിനു ശേഷം മോനെയും കൊണ്ട് നീ ഇരുന്നാ മതി. ചണ്ടനെ കാണുന്നതിന് ഇപ്പൊ ദേഷ്യം. കിളവയ്ക്ക് മുകളിൽ പോയി അറ്റൻഡൻസ് വെക്കാൻ സമയമായി. എന്നിട്ട് അഹങ്കാരം കണ്ടില്ലേ? കഴിക്കുമോളെ, കഴിക്കുമോളെ. മോള് കഴിച്ചില്ലെങ്കിൽ എനിക്കാ പണി കിട്ടുന്നത്. എനിക്ക് അമ്മ തന്നാ മതി. ഞാൻ തരുന്ന മോളിൽ നിന്നുള്ള ഓർഡർ നീ ഒന്ന് കഴിക്ക്. എന്തെങ്കിലും ഇത്തിരി ഒന്ന് കഴിക്ക്.
അല്ലെങ്കിൽ എന്നെ നിർത്തി പൊരിക്കും. ഇതിന്റെ പകരം വേറെ എന്തെങ്കിലും ജോലി ചെയ്യിപ്പിക്കും. ജോലി ചെയ്ത് ഞാനൊരു പരിവായിട്ടിരിക്കുക.